ഭിന്നശേഷി കലാകാരന്മാരുടെ സർഗലോകം ദൃശ്യാനുഭവമായി അവതരിപ്പിക്കുന്ന റിഫ്ലക്ഷൻസ് ചിത്ര പ്രദർശനം കോഴിക്കോട് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ നടന്നു. നിരവധി പേരാണ് പ്രദർശനം കാണാനും അവർക്ക് സഹായഹസ്തമേകാനുമായി എത്തിയത്. ഹെൽത്ത് കെയർ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ കാരുണ്യതീരം വൊക്കേഷണൽ ട്രെയിനിംഗ് സെന്ററാണ് പ്രദർശനം ഒരുക്കിയത്. ചിത്രങ്ങളിലൂടെ തങ്ങളുടെ ജീവിതവും സ്വപ്നങ്ങളും സമൂഹത്തോട് പറയുന്ന ഈ പ്രദർശനം ഭിന്നശേഷി കലാകാരന്മാരുടെ ആത്മവിശ്വാസത്തിനും കല ഉൾക്കൊള്ളലിന്റെ സന്ദേശത്തിനും വലിയ വേദിയാവുകയാണ് എന്ന് സംഘാടകർ വ്യക്തമാക്കി. പൂനൂറുള്ള കാലിക്കറ്റ് ഹെൽത്ത് കെയർ സെന്ററിന്റെയും പ്രതീക്ഷ ഭവന്റെയും സമയത്തുള്ള ഭിന്നശേഷി കുട്ടികളുടെ ഏകദേശം 200 പേരുടെ അടുത്ത ആൾക്കാരോടുണ്ടെങ്കിലും 100 ആൾക്കാരോടെ വന്നു പോകേണ്ടത് 40 പേര് ഇവിടെ താമസിക്കുന്നതാണ്. അതിൽപ്പെട്ട 8 പേര് ഭിന്നശേഷി കലാകാരന്മാർ 80 ചിത്രങ്ങളാണ് ഇവിടെ ആർട്ട് ഗാലറി വെച്ച് പ്രദർശനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ പ്രത്യേകിച്ച് ഇപ്പൊ ഈ കുട്ടികൾ 8 കൂട്ടുകാരാണ് രാമു, ഹസീന, മീനാക്ഷി, ഷീര, ജസീറ, അമീർ അലി, മഞ്ജുഷ തുടങ്ങിയ 8 കലാകാരന്മാർ. അവരുടെ ആ വ്യത്യസ്തപരമായ കാഴ്ചപ്പാടുകളുടെ ആണ് ഇവർ ഈ കുട്ടികൾ ഇതാക്കിയത്. അവരെ പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള കലാകാരന്മാർക്ക് ഒരു പ്രോത്സാഹനം നൽകാൻ വേണ്ടിയിട്ടാണ് ആർട്ട് കെയറിന് മുന്നോട്ട് വയ്ക്കുന്നത്. സൺ ഓഫ് പാലക്കണ്ടി ജനറൽ കൺവീനർ 8 ഭിന്നശേഷി കലാകാരന്മാർ സൃഷ്ടിച്ച 80 ചിത്രങ്ങളാണ് ഗാലറിയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. രാമു, രാജ്കുമാർ, ഫാർലു, ഹസീന, മഞ്ജുഷ, നഫ്ല, ഫാത്തിമ ജിൻസിയ, അമീർ അലി എന്നിവരാണ് കലാസൃഷ്ടികൾ ഒരുക്കിയത്. ചിത്രങ്ങൾ വാങ്ങുന്നതിനുള്ള സൗകര്യവും ഗാലറിയിൽ ഒരുക്കിയിട്ടുണ്ട്. പരിമിതികൾക്കുള്ളിൽ നിന്നും മനോഹരമായ ചിത്രങ്ങൾ വരച്ച കലാകാരന്മാരെ അനുമോദിക്കാനും ചിത്രങ്ങൾ ആസ്വദിക്കാനും സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരടക്കം നിരവധി പേർ എത്തിച്ചേർന്നു. റോട്ടറി ഗവർണർ ഡോക്ടർ രാജേഷ് മുഖ്യാതിഥിയായി. ACV ന്യൂസ്, കോഴിക്കോട്.